പെരിയാറിൽ മാലിന്യം ഒഴുക്കിയതായി PCB കണ്ടെത്തൽ. മാലിന്യമൊഴുക്കിയ CG ലൂബ്രിക്കൻസിന് നോട്ടീസ് നൽകും. ഫാക്ടറിയിൽ നിന്നും PCB സാമ്പിൾ ശേഖരിച്ചു. പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് കൂടുതൽ നടപടിയെന്ന് സീനിയർ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ MA ഷിജു അറിയിച്ചു. ഇതിൻ്റെ വിവരങ്ങളുമായി ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധിയാണ് ചേരുന്നത്. ഉമേഷ്, എന്തൊക്കെയാണ് ഈ മാലിന്യമൊഴുക്കിയതുമായി ബന്ധപ്പെട്ട്? കാരണം പെരിയാറിൽ നേരത്തെ തന്നെ മീനുകൾ ചത്തുപൊങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ഭാരതപ്പുഴയിലാകട്ടെ പശുക്കൾ ചത്തുപൊങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു പാരിസ്ഥിതിക പ്രശ്നമുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഈ പരിശോധന. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ്, അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇത്തരത്തിൽ പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തിയ സംഭവമൊക്കെ ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് വിവിധ പരിശോധനകൾ നടക്കുന്നു. ഹൈക്കോടതി നിയോഗിച്ച സമിതി അടക്കം കഴിഞ്ഞ ദിവസം ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടക്കുന്നു. ഇതിൽ രാസമാലിന്യം കലർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച വിശദമായ പരിശോധനകളൊക്കെയാണ് നടന്നു വരുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലർച്ചെ എന്ന് വേണമെങ്കിൽ പറയാം, പുലർച്ചെ 2 മണിയോടെ ഈ ഏലൂർ വ്യവസായ മേഖലയിലുള്ള ഒരു സ്വകാര്യ കമ്പനി CG ലൂബ്രിക്കൻസ് എന്നാണ് കമ്പനിയുടെ പേര്, അവിടെ നിന്ന് ഉള്ള മാലിന്യം ഈ പെരിയാറിലേക്ക് ഒഴുക്കി വിട്ടു എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം. ഈ സമയത്ത് ഈ പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി അവർ ഈ പല സമയങ്ങളിലായി പെരിയാറിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവർ സ്വന്തം നിലയിൽ രാത്രിയൊക്കെ നിരീക്ഷണം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ പുലർച്ചെ 2 മണിക്ക് ഈ കമ്പനിയിൽ നിന്ന് പൈപ്പ് വഴി ഈ പുഴയിലേക്ക് മാലിന്യം തള്ളി എന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് ഈ മഴവെള്ളം പോകാൻ വേണ്ടി ഈ മണ്ണിനടിയിലൂടെ, ഈ കമ്പനിയിൽ നിന്ന് മണ്ണിനടിയിലൂടെ പെരിയാറിലേക്കുള്ളൊരു കുഴലാണ്. ആ കുഴൽ വഴിയാണ് ഇവർ ഇത്തരത്തിൽ എണ്ണ കലർന്ന കറുത്ത നിറമുള്ള മാലിന്യം ഇതിലേക്ക് ഒഴുക്കി എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇത് വലിയ പരിസ്ഥിതി പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ, നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഒപ്പം പോലീസിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും ഒക്കെ വിവരം നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ അല്പം മുമ്പ് PCB ഉദ്യോഗസ്ഥൻ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള സീനിയർ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ പറയുന്ന കമ്പനിയിലെത്തി പരിശോധന നടത്തി. ഈ പരിശോധനയിൽ പ്രാഥമികമായി ഇത്തരത്തിൽ ഈ ആക്ഷേപത്തിന് കഴമ്പുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ മാലിന്യം ഒഴുക്കി വിട്ടതായിട്ടുള്ളൊരു കണ്ടെത്തലാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ കമ്പനിക്ക്, CG ലൂബ്രിക്കൻസ് എന്ന കമ്പനിക്ക് നോട്ടീസ് നൽകും എന്നുള്ളതാണ് അവിടെ വന്ന് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷം അന്തിമ നടപടിയിലേക്ക് കടക്കും. നിലവിൽ ഈ കമ്പനി അടച്ചുപൂട്ടണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ളൊരു നോട്ടീസ് കമ്പനിക്ക് നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് PCB ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഈ പറയുന്ന സ്ഥലത്തു നിന്നുള്ള വെള്ളത്തിൻ്റെ സാമ്പിളും ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. ആ പരിശോധനയുടെ ഫലം ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ ശക്തമായ കർശനമായ നടപടിയിലേക്ക് നീങ്ങും എന്നും ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട്. അജിംഷാദ്. ശരി ഉമേഷാണ് മാലിന്യം തള്ളിയതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഉള്ള നടപടികളെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്.